നമസ്കാരം. വാർത്തകളും വിശേഷങ്ങളുമായി സൗത്ത് വിഷൻ ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ സിനി ചന്ദ്ര. ഇന്നത്തെ പ്രധാന സംഭവ വികാസങ്ങളിലേക്ക്. ശൂരനാട് രക്തസാക്ഷിത്വ ദിനാചരണത്തിന്റെ ഭാഗമായി സ്ഥാപിച്ച കൊടിമരവും പതാകയും നശിപ്പിച്ചു. ഇടതുമുന്നണിയിലെ അനൈക്യമാണ് സംഭവത്തിന് പിന്നിലെന്ന് ആക്ഷേപം. സിപിഐയുടെ കൊടിമരവും പതാകയുമാണ് നശിപ്പിച്ചത്. വിവിധ മേഖലകളിൽ സ്ത്രീകൾക്ക് കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുമെന്ന് മന്ത്രി KN ബാലഗോപാൽ. ഗ്രാമപ്രദേശങ്ങളിലെ സ്ത്രീകൾക്ക് അസാബ് സ്കിൻ സെന്റർ വഴി അക്കൗണ്ടിംഗ് തൊഴിൽ പരിശീലന പരിപാടി ആവിഷ്കരിക്കുമെന്നും മന്ത്രി. കുടുംബശ്രീ ഉയരെ ക്യാമ്പയിൻ അയൽക്കൂട്ടതല ഉദ്ഘാടനം കരിപ്രയിൽ മന്ത്രി നിർവഹിച്ചു. അഞ്ചലിൽ കാണാതായ യുവാവിന്റെ മൃതദേഹം കണ്ടെത്തി. അയൽവാസിയുടെ കിണറ്റിൽ നിന്നുമാണ് മൃതദേഹം കണ്ടെത്തിയത്. അഞ്ചൽ വക്കമുക്ക് സ്വദേശി സുനു ആണ് മരിച്ചത്. MDMA-യുമായി കൊല്ലത്തൊരാൾ പിടിയിൽ. കിളിക്കൊല്ലൂർ കോയിക്കൽ സ്വദേശി അക്ബർ ഷായാണ് പിടിയിലായത്. 5 ഗ്രാം MDMA-യും പിടികൂടി. വിശദമായ വാർത്തകളിലേക്ക്. കൊടിമരവും പതാകയും നശിപ്പിച്ചു. ശൂരനാട് രക്തസാക്ഷിത്വ ദിനാചരണത്തിന്റെ 77ാമത് വാർഷികത്തിന്റെയും പതാക ദിനത്തിന്റെയും ഭാഗമായി സ്ഥാപിച്ച സംഘാടക സമിതി ഉയർത്തിയ സിപിഐയുടെ കൊടിമരവും പതാകയുമാണ് നശിപ്പിച്ചത്. ഫ്ലെക്സ് ബോർഡുകളും വ്യാപകമായി നശിപ്പിച്ചു. ഇടതുമുന്നണിയിൽ ഉടലെടുത്ത അനൈക്യമാണ് സംഭവത്തിന് പിന്നിലെന്നാണ് ആരോപണം. ശൂരനാട് രക്തസാക്ഷിത്വ ദിനാചരണത്തിന്റെ 77ാം വാർഷികത്തോടനുബന്ധിച്ച ഡിസംബർ 31-ന് പതാക ദിനവും നടത്തിയിരുന്നു. ഇതിന്റെ ഭാഗമായി സ്ഥാപിച്ച കൊടിമരവും പതാകയുമാണ് നശിപ്പിക്കപ്പെട്ടത്. സംഘാടക സമിതി ഉയർത്തിയ സിപിഐയുടെ പതാകയും കൊടിമരവുമാണ് പിഴുതെറിഞ്ഞത്. രക്തസാക്ഷി ദിന സന്ദേശങ്ങൾ എഴുതിയ ഫ്ലക്സ് ബോർഡുകൾ വ്യാപകമായി നശിപ്പിച്ചു. കഴിഞ്ഞ ദിവസം രാത്രി 12-ന് ശേഷമായിരുന്നു സംഭവം. തദ്ദേശ തെരഞ്ഞെടുപ്പിലെ ദയനീയ പരാജയത്തിനു ശേഷം ശൂരനാട് വടക്ക് പഞ്ചായത്തിൽ LDF-ലുടലെടുത്ത കടുത്ത വിഭാഗീയതയും അനൈക്യവുമാണ് സംഭവത്തിന് പിന്നിലെന്നാണ് ആരോപണം ഉയർന്നിട്ടുള്ളത്. പ്രദേശത്തെ രാഷ്ട്രീയ സമാധാനം തകർക്കാനുള്ള ബോധപൂർവമായ നീക്കമാണിതെന്ന് CPI നേതൃത്വം ആരോപിച്ചു. അത്തരത്തിൽ ശൂരനാട് രക്തസാക്ഷി ദിനാചരണം ഏത് പ്രതിസന്ധി ഘട്ടത്തിലും ഇതിനു മുമ്പും പല തർക്കങ്ങളും പല ഘട്ടങ്ങളും ഉണ്ടായിട്ടുള്ള ഘട്ടത്തിൽ ഒന്നും ശൂരനാട് രക്തസാക്ഷി ദിനാചരണത്തെ ഒരു തരത്തിലും ഇത്തരത്തിലുള്ള സാമൂഹിക വിരുദ്ധരുടെ ഒരു പ്രവർത്തനങ്ങളും നടപ്പിലാക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടില്ല. ശൂരനാട് രക്തസാക്ഷിയുടെ ഈ നാട്ടിലെ മനുഷ്യർ രാഷ്ട്രീയ ഭേദങ്ങൾക്കപ്പുറം കൊടിയുടെ നിറങ്ങൾക്കപ്പുറം എല്ലാ മനുഷ്യരും ഒറ്റക്കെട്ടായി ശൂരനാട് രക്തസാക്ഷി ദിനാചരണം നടത്തുന്ന ഒരു നാടാണിത്. ഈ നാട്ടിൽ ശൂരനാട് രക്തസാക്ഷി ദിനാചരണത്തിന്റെ പേരിൽ ഒരു തർക്കവും ഇന്ന് വരെ ഉണ്ടായിട്ടില്ല. ചരിത്രത്തിൽ ആദ്യമായാണ് ഈ നാട്ടിൽ ഇങ്ങനെ ഒരു സംഘർഷാവസ്ഥ രൂപപ്പെടുന്നത്. ഇത് ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയുന്നതല്ല. ഈ നാട്ടിലെ മുഴുവൻ മനുഷ്യരും ഈ കാര്യത്തിൽ അങ്ങേയറ്റം വിഷമകരമായ ഒരു അവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത്. രക്തസാക്ഷി മണ്ഡപം സ്ഥിതി ചെയ്യുന്ന ശൂരനാട് വടക്ക് 6-ാം വാർഡിൽ LDF സ്ഥാനാർത്ഥിയെ മത്സരിച്ച CPM-ലെ സോന സത്യൻ ഒരു വോട്ടിനാണ് പരാജയപ്പെട്ടത്. UDF സ്ഥാനാർത്ഥിയാണ് ഇവിടെ വിജയിച്ചത്. സോന സത്യന് ലഭിക്കേണ്ടിയിരുന്ന 7 പോസ്റ്റൽ വോട്ടുകൾ അസാധുവായതാണ് തോൽവിക്ക് പ്രധാന കാരണമായത്. പ്രവർത്തകരുടെ ഭാഗത്തു നിന്നുണ്ടായ വീഴ്ചയാണ് വോട്ടുകൾ അസാധുവാകാൻ ഇടയാക്കിയതെന്നാണ് ആക്ഷേപം ഉയർന്നത്. ഇതിനിടെ ശൂരനാട് രക്തസാക്ഷിത്വത്തിന്റെ വാർഷികാചരണത്തിന്റെ ഭാഗമായി കഴിഞ്ഞ ദിവസം നടന്ന പതാക ഉയർത്തലിൽ LDF-ലെ വിഭാഗീയത മറനീക്കി പുറത്തു വന്നിരുന്നു. ശൂരനാട് ഹൈസ്കൂൾ ജംഗ്ഷനിൽ CPM-ഉം CPI-യും ചേർന്ന് പതാക ഉയർത്തിയതിന് സമീപത്തായി CPM റിബലുകളും പതാക ഉയർത്തി. രക്തസാക്ഷി മണ്ഡപം സ്ഥിതി ചെയ്യുന്ന പാതിരിക്കലിൽ CPM-ഉം CPI-യും വെവ്വേറെ പതാക ഉയർത്തിയത് LDF-ലെ അനൈക്യവും വിഭാഗീയതയും പരസ്യമായി പൊതുരംഗത്ത് എത്തുന്ന സാഹചര്യവും സൃഷ്ടിച്ചിരുന്നു. ഇതിനിടെയാണ് വ്യാപകമായി ഫ്ലെക്സ് ബോർഡുകളും കൊടിമരങ്ങളും പതാകകളും നശിപ്പിക്കപ്പെട്ടത്. അത് സ്വാഭാവികമായും അതുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ LDF-ന്റെ താലൂക്ക് തലത്തിലുള്ള നേതൃത്വം ആലോചിക്കുകയും അത് പരിശോധിക്കുകയും ചെയ്യും. സ്വാഭാവികമായും ഇതൊരു കാരണവശാലും LDF പരാജയപ്പെടേണ്ട ഒരു വാർഡല്ല എന്ന് തന്നെയാണ് അക്കാര്യത്തിൽ നമ്മുടെ അഭിപ്രായം. ന്യൂസ് ബ്യൂറോ, ശാസ്താംകോട്ട. അഞ്ചലിൽ കാണാതായ യുവാവിന്റെ മൃതദേഹം കണ്ടെത്തി. അയൽവാസിയുടെ കിണറ്റിൽ നിന്നുമാണ് മൃതദേഹം കണ്ടെത്തിയത്. അഞ്ചൽ വക്കമുക്ക് സ്വദേശി സനുവിനെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. സംഭവത്തിൽ വിശദമായ അന്വേഷണം നടത്തുമെന്ന് അഞ്ചൽ പോലീസ് പറഞ്ഞു. അഞ്ചലിൽ പുതുവത്സര ദിനത്തിൽ രാവിലെ മുതൽ കാണാതായ യുവാവിന്റെ മൃതദേഹമാണ് അയൽവാസിയുടെ കിണറ്റിൽ കണ്ടെത്തിയത്. അഞ്ചൽ വക്കമുക്ക് സ്വദേശി സുനുവിനെയാണ് പുതുവത്സര ദിവസം രാവിലെ മുതൽ കാണാതായത്. ബന്ധുക്കളും വീട്ടുകാരും അഞ്ചൽ പോലീസ് നടത്തിയ അന്വേഷണത്തിനൊടുവിലാണ് സുനുവിന്റെ വീടിന് സമീപത്തെ വീട്ടുമുറ്റത്തെ കിണറ്റിൽ
മൃതദേഹം കണ്ടെത്തിയത്. പുനലൂരിൽ നിന്നും അഗ്നിരക്ഷാസേന എത്തി പുറത്തെടുത്ത മൃതദേഹം സ്വകാര്യ ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റി. പെയിന്റിംഗ് തൊഴിലാളിയാണ് സുനു. രാവിലെയാണ് ഇദ്ദേഹത്തെ കാണാനില്ല എന്നുള്ള ശ്രദ്ധയപ്പെടുന്നത്. അപ്പോൾ അതനുസരിച്ച് തിരക്കിയും പിന്നെ പോലീസ് പരാതിപ്പെടുന്നു. പോലീസ് അന്വേഷണമൊക്കെ നടത്തിക്കൊണ്ട സമയത്താണ് ഇവിടെ തൊട്ടടുത്ത് തന്നെ ഒരു വീട്ടിൽ കിണറ്റിനുള്ളിൽ ഇതിനെ കണ്ടെത്തി. ഇപ്പോൾ ഫയർഫോഴ്സ് വന്നു, ബോഡി എടുത്ത് പോലീസ് അതിൻ്റെ മേൽനടപടികളൊക്കെ സ്വീകരിച്ച് അതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങളിലൊക്കെ ആയിട്ട് പോയിട്ടുണ്ട്. അതാണ് അതിലുള്ള സാഹചര്യം. ഇയാളെ കാണാത്തതിനെ തുടർന്ന് അഞ്ചൽ പോലീസിൽ ബന്ധുക്കൾ പരാതി നൽകിയിരുന്നു. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിച്ച ശേഷം അന്വേഷണം ശക്തമാക്കുമെന്ന് അഞ്ചൽ പോലീസ് അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ. കരുനാഗപ്പള്ളി ടൗൺ ക്ലബ്ബും CS സുബ്രഹ്മണ്യൻ പോറ്റി ലൈബ്രറിയും സംയുക്തമായി സംഘടിപ്പിക്കുന്ന സൗജന്യ ത്വക്ക് രോഗ നിർണയ ക്യാമ്പ് ഞായറാഴ്ച നടക്കും. ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിലാണ് ഇക്കാര്യം അറിയിച്ചത്. രാവിലെ 9 മുതൽ ഉച്ചയ്ക്ക് 2 വരെയാണ് ക്യാമ്പ്. കരുനാഗപ്പള്ളി ടൗൺ ക്ലബ്ബും CS സുബ്രഹ്മണ്യൻ പോറ്റി ലൈബ്രറിയും സംയുക്തമായി സംഘടിപ്പിക്കുന്ന സൗജന്യ ത്വക്ക് രോഗ നിർണയ ക്യാമ്പ് ഞായറാഴ്ച നടക്കും. സംഘാടകർ വാർത്താ സമ്മേളനത്തിലാണ് ഇക്കാര്യം അറിയിച്ചത്. ത്വക്ക് രോഗ വിദഗ്ധൻ V. ഹാരിഷിന്റെ നേതൃത്വത്തിൽ രോഗികളെ വിദഗ്ധ പരിശോധനയ്ക്ക് വിധേയമാക്കി സൗജന്യമായി മരുന്നുകൾ വിതരണം ചെയ്യുമെന്നും ഭാരവാഹികൾ അറിയിച്ചു. സൗജന്യമായി തന്നെയാണ് ഈ ത്വക്ക് രോഗ നിർണയ ക്യാമ്പ് നടത്തുന്നത്. അത് ഡോക്ടർ ഹാരിഷ് V. അദ്ദേഹം പ്രമുഖ ത്വക്ക് രോഗ വിദഗ്ധനാണ്. അദ്ദേഹത്തിന്റെ കാർമ്മികത്തിലാണ് ഈ ത്വക്ക് രോഗ നിർണയ ക്യാമ്പ് നടത്തുന്നത്. അതിൽ മുഴുവൻ പേര് വരുന്നവർക്ക് മുഴുവൻ പേര് ആ ക്യാമ്പിൽ ത്വക്ക് രോഗത്തെ സംബന്ധിച്ചും ത്വക്ക് രോഗത്തിന്റെ പരിഹാരങ്ങളെ സംബന്ധിച്ചും ഒക്കെ അദ്ദേഹം നിർദ്ദേശിക്കപ്പെടുകയായി. അതുകൊണ്ട് നിങ്ങളുടെ ഒരു ശ്രദ്ധ അതിൽ പതിയുന്നത് ഇന്ന് നമ്മുടെ നാട് നേരിടുന്ന ഒരു വലിയ രോഗമാണ് ത്വക്കിനെ സംബന്ധിച്ച്. ത്വക്ക് രോഗം പലർക്കും പല വിധത്തിലുള്ള അസുഖങ്ങൾ ത്വക്ക് രോഗം. പക്ഷെ അതിൽ നിന്ന് ഒട്ടനവധി രോഗങ്ങൾ അതിനുശേഷം ഉണ്ടാകുന്നുണ്ട്. അതിനെ സംബന്ധിച്ച് ഒരു പഠനം തന്നെ ഇദ്ദേഹം നടത്തിയിട്ടുള്ള ആളാണ് ഈ ഡോക്ടർ ഹാരിഷ്. അദ്ദേഹമാണ് ഈ ക്യാമ്പ് നടത്തുന്നത്, നയിക്കുന്നത്. സമൂഹത്തിൽ അനുദിനം വർദ്ധിച്ചു വരുന്ന വിവിധ ത്വക്ക് രോഗങ്ങൾക്ക് ക്യാമ്പിൽ പരിഹാര നിർദ്ദേശങ്ങൾ നൽകും. രാവിലെ 9 മുതൽ ഉച്ചയ്ക്ക് 2 മണിവരെയാണ് ക്യാമ്പ് സംഘടിപ്പിച്ചിരിക്കുന്നത്. വിശദവിവരങ്ങൾക്ക് ടൗൺ ക്ലബിന്റെ ഓഫീസുമായി ബന്ധപ്പെടാവുന്നതാണെന്നും ഭാരവാഹികൾ അറിയിച്ചു. വാർത്താ സമ്മേളനത്തിൽ ക്ലബ്ബ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് N. രാജൻപിള്ള, സെക്രട്ടറി പ്രൊഫസർ അരുൺകുമാർ, വൈസ് പ്രസിഡന്റ് MD ഹരികുമാർ, NS അജയകുമാർ, B. ജയചന്ദ്രൻ, N. അജികുമാർ, K. മുരളീധരൻ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി. വിവിധ മേഖലകളിൽ സ്ത്രീകൾക്ക് കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുമെന്ന് മന്ത്രി KN ബാലഗോപാൽ. കുടുംബശ്രീ ഉയരെ ക്യാമ്പയിൻ അയൽക്കൂട്ടതല ഉദ്ഘാടനം കരീപ്രയിൽ നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. ഗ്രാമപ്രദേശങ്ങളിലെ സ്ത്രീകൾക്ക് അസാബ് സ്കിൻ സെന്റർ വഴി അക്കൗണ്ടിംഗ് തൊഴിൽ പരിശീലന പരിപാടി ആവിഷ്കരിക്കും. പ്രാദേശിക തലത്തിൽ ജോലി സാധ്യത വർദ്ധിപ്പിക്കുമെന്നും മന്ത്രി പറഞ്ഞു. വിഷൻ 2031 ഭാഗമായി സംസ്ഥാനത്തെ സ്ത്രീകളുടെ തൊഴിൽ പങ്കാളിത്തം 50% ഉയർത്തുക എന്ന ലക്ഷ്യത്തോടെ കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ സംസ്ഥാനത്തുടനീളം നടപ്പാക്കുന്ന ജെൻഡർ ക്യാമ്പയിനാണ് ഉയരെ ഉയരട്ടെ കേരളം വളരട്ടെ പങ്കാളിത്തം. സ്ത്രീകളുടെ സാമ്പത്തിക, സാമൂഹിക, മാനസിക മേഖലകളിലെ ഉന്നമനമാണ് പദ്ധതിയുടെ ലക്ഷ്യം. ദേശീയ ജെൻഡർ ക്യാമ്പയിൻ ചേതന 4.0യുമായി സംയോജിച്ചാണ് പദ്ധതി നടപ്പാക്കുന്നത്. ലിംഗസമത്വം, ലിംഗനീതി എന്നിവ ഉറപ്പാക്കുന്നതിന്, പൊതുജനങ്ങൾക്കിടയിൽ അവബോധം ശക്തിപ്പെടുത്തുന്നതിന് പൊതുയിടങ്ങളിൽ ജെൻഡർ പ്രതിജ്ഞ, ലിംഗാധിഷ്ഠിത അതിക്രമങ്ങൾക്കെതിരായ പ്രചാരണം, ബോധവൽക്കരണ ക്ലാസുകൾ, പോസ്റ്റർ രചന എന്നിവ നടത്തും. പദ്ധതിയുടെ ഉദ്ഘാടനം മന്ത്രി KN ബാലഗോപാൽ ഉദ്ഘാടനം ചെയ്തു. വലിയ സാധ്യതയാണ്. ഇത്രയേറെ സ്ത്രീകൾ പ്രവർത്തിക്കുന്ന പ്രസ്ഥാന ലോകം തീർച്ചയായിട്ടും ചെയ്യുകയാണെങ്കിൽ ധാരാളം കാര്യങ്ങൾ ചെയ്യുന്നു. ഇന്ന് ഞങ്ങള് വെളിയത്ത് 2 പരിപാടി ഉണ്ടായിരുന്നു. അതിലൊന്ന് കുടുംബശ്രീയുടെ പരിപാടിയാണ്. കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ 100 സ്ത്രീകൾക്ക് തയ്യൽ പരിശീലനം കൊടുത്തു. തയ്യൽ എന്ന് പറഞ്ഞാൽ എംബ്രോയിഡറി ഉൾപ്പെടെ തയ്ക്കാനും എംബ്രോയിഡറി ഉൾപ്പെടെ. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മനു ബിനോദ് അധ്യക്ഷത വഹിച്ചു. കുടുംബശ്രീ ജില്ലാ മിഷൻ കോർഡിനേറ്റർ R. വിമൽചന്ദ്രൻ പദ്ധതി വിശദീകരിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം സുമാലാൽ, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു, വൈസ് പ്രസിഡന്റ് NS സജീവ, കുടുംബശ്രീ ചെയർപേഴ്സൺ J. മിനിമോൾ, പഞ്ചായത്ത് അംഗങ്ങൾ, കുടുംബശ്രീ പ്രവർത്തകർ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കുണ്ടറ. KSRTC ബസ്സിൽ കേക്ക് മുറിച്ച് പുതുവത്സരാഘോഷം. കായംകുളം ബസ് സ്റ്റേഷനിൽ വെച്ചാണ് ബസ്സിൽ കേക്ക് മുറിച്ച് ജീവനക്കാരും യാത്രക്കാരും പുതുവർഷം ആഘോഷിച്ചത്. മാവേലിക്കര KSRTC ഡിപ്പോയിലെ സൂപ്പർ ഫാസ്റ്റ് ബസ്സിലായിരുന്നു കേക്ക് മുറിച്ചത്. KSRTC ബസ്സിൽ കേക്ക് മുറിച്ചാണ് യാത്രക്കാരും ജീവനക്കാരും പുതുവത്സരം ആഘോഷിച്ചത്. KSRTC മാവേലിക്കര ഡിപ്പോയിലെ സൂപ്പർഫാസ്റ്റ് ബസ്സിലായിരുന്നു ആഘോഷം. തിരുവനന്തപുരത്തു നിന്നും 9:45 പുറപ്പെട്ട വൈറ്റില സൂപ്പർഫാസ്റ്റ് ബസ് കായംകുളം KSRTC ബസ് സ്റ്റേഷനിലെത്തിയപ്പോഴാണ് കണ്ടക്ടർ S. ബിനുവിന്റെയും ഡ്രൈവർ U. മനോജ് കുമാറിന്റെയും നേതൃത്വത്തിൽ കേക്ക് മുറിച്ച് പുതുവത്സരം ആഘോഷിച്ചത്.
കേരളത്തിലെ റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ്റെ ആഭിമുഖ്യത്തിൽ കേരളത്തിലെ എല്ലാ ഡിപ്പോയിലും ഇന്ന് സമുചിതമായിട്ടുള്ള പരിപാടികൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ യാത്രക്കാർ ഈ ബസ്സിനെ എത്രമാത്രം സപ്പോർട്ട് ചെയ്യുന്നുള്ളതിൻ്റെ ഉത്തമ ഉദാഹരണമാണ്. വളരെ സന്തോഷമുണ്ട്. എല്ലാ ജീവനക്കാർക്കും വളരെ സുരക്ഷിതമായ യാത്രയും കൃത്യമായ സമയവും ഉറപ്പുവരുത്തിക്കൊണ്ട് കേരള റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ്റെ എല്ലാവിധ ആശംസകൾ അർപ്പിക്കുന്നു. KSRTC കായംകുളം ഡിപ്പോയിലെ കൺട്രോളിംഗ് ഇൻസ്പെക്ടർ അനിൽകുമാർ, സ്റ്റേഷൻ മാസ്റ്റർ ജയകുമാർ, കണ്ടക്ടർമാരായ അനന്തകൃഷ്ണൻ, ഉദയകുമാർ, വിജി, യാത്രക്കാരായ സ്മിത തോട്ടപ്പള്ളി, ബിന്ദു ആറ്റിങ്ങൽ, ഗ്രീഷ്മ ഗിരീഷ്, അജു തിരുവല്ല തുടങ്ങിയവരും പുതുവത്സര ആഘോഷത്തിൽ പങ്കാളികളായി. ന്യൂസ് ബ്യൂറോ, കായംകുളം. പുനലൂരിൽ അത്യാധുനിക സൗകര്യങ്ങളോടെയുള്ള അറവുശാല 1.5 പതിറ്റാണ്ടിന് ശേഷം യാഥാർത്ഥ്യമാകുന്നു. കോടതി ഉത്തരവിനെ തുടർന്ന് അടച്ചുപൂട്ടിയ നഗരസഭയുടെ അറവുശാലയ്ക്ക് പകരമാണ് പുതിയ അറവുശാല. കിഫ്ബിയിൽ നിന്നുള്ള 13.5 കോടി രൂപ വിനിയോഗിച്ചാണ് ആധുനിക അറവുശാല നിർമ്മിക്കുന്നത്. കോടതി ഉത്തരവിനെ തുടർന്ന് അടച്ചുപൂട്ടിയ പുനലൂർ നഗരസഭയുടെ അറവുശാലയ്ക്ക് പകരം അത്യാധുനിക സൗകര്യമുള്ള അറവുശാല 1.5 പതിറ്റാണ്ടിന് ശേഷം യാഥാർത്ഥ്യമാകുന്നു. പുനലൂർ ശ്രീരാമവർമ്മപുരം മാർക്കറ്റിൽ കിഫ്ബിയിൽ നിന്നുള്ള 13.5 കോടി രൂപ ഉപയോഗിച്ചാണ് ആധുനിക അറവുശാല നിർമ്മിക്കുന്നത്. സർക്കാർ ഏജൻസിയായ ഇമ്പാക്ട് കേരള ലിമിറ്റഡിന്റെ മേൽനോട്ടത്തിൽ ബംഗളൂരു ആസ്ഥാനമായ MR ഫാംസ് എന്ന കമ്പനിയാണ് അറവുശാല നിർമ്മാണം നടത്തുന്നത്. അറവ് മാടുകളെ പാർപ്പിക്കുന്നതിനുള്ള സ്ഥലമായ ലൈറേറ്റ്സ്, മാടുകളുടെ അവശിഷ്ടങ്ങളും ഉൽപ്പന്നങ്ങളും വളവും മറ്റുമാക്കി മാറ്റുന്നതിനുള്ള ററ്ററിംഗ് പ്ലാന്റ്, ജലസംഭരണി, മലിനജലം സംസ്കരിക്കുന്നതിനുള്ള ട്രീറ്റ്മെന്റ് പ്ലാന്റ് തുടങ്ങി അറവുശാലയുടെ പ്രധാന ഭാഗങ്ങളുടെ നിർമ്മാണമാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. ജൂൺ മാസത്തിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ച ഇവിടെ ആദ്യഘട്ടത്തിൽ 65 ബേസ്മെന്റ് പില്ലറുകളുടെ നിർമ്മാണം പൂർത്തീകരിച്ചിരുന്നു. ഡിസൈൻ, ബിൽഡ്, ഓപ്പറേറ്റ് വ്യവസ്ഥയിൽ നടപ്പിലാക്കുന്ന പദ്ധതിയായതിനാൽ തന്നെ നിർമ്മാണം പൂർത്തീകരിച്ച് 10 വർഷത്തേക്ക് അറവുശാല പ്രവർത്തിപ്പിച്ച് പരിപാലിക്കുന്ന ഉത്തരവാദിത്വവും കരാർ കമ്പനിയായ MR ഫാംസിനാണ്. പുനലൂർ നഗരസഭയ്ക്കും സമീപ പഞ്ചായത്തുകൾക്കും ഏറെ പ്രയോജനപ്പെടുന്ന ഈ അത്യാധുനിക അറവുശാലയിൽ പ്രതിദിനം 50 മാടുകളെയും 25 ആടുകളെയും കശാപ്പ് ചെയ്യാനുള്ള സൗകര്യമാണ് ഒരുക്കുന്നത്. മുൻപ് ഇവിടെ ഉണ്ടായിരുന്ന അറവുശാലയിൽ നിന്നുള്ള മലിനജലം കല്ലടയാറ്റിൽ ഒഴുക്കുന്നുവെന്ന പരാതിയെ തുടർന്ന് 15 വർഷം മുമ്പാണ് കോടതി ഉത്തരവിനെ തുടർന്ന് പഴയ അറവുശാല അടച്ചുപൂട്ടിയത്. പിന്നീട് ഇവിടെ പുതിയ അറവുശാല സ്ഥാപിക്കുമെന്ന് നഗരസഭ വാഗ്ദാനം നൽകിയിരുന്നുവെങ്കിലും 1.5 പതിറ്റാണ്ടിന് ശേഷമാണ് ഈ വാഗ്ദാനം പാലിക്കപ്പെടുന്നത്. ന്യൂസ് ബ്യൂറോ, പുനലൂർ. MDMAയുമായി കൊല്ലത്തൊരാൾ പിടിയിലായി. കിളിക്കൊല്ലൂർ കോയിക്കൽ സ്വദേശി അക്ബർ ഷായാണ് പിടിയിലായത്. 5 ഗ്രാം MDMA ഇയാളിൽ നിന്ന് പിടികൂടി. കഴിഞ്ഞ ദിവസം രാത്രി കോയിക്കൽ പ്രദേശത്ത് നടത്തിയ പരിശോധനയിലാണ് അക്ബർ ഷാ എക്സൈസിന്റെ പിടിയിലായത്. 5 ഗ്രാം MDMA ഇയാളിൽ നിന്നും കണ്ടെടുത്തു. MDMA സൂക്ഷിച്ചിരുന്ന ബുള്ളറ്റും പിടിച്ചെടുത്തു. ഇയാൾക്കെതിരെ NDPS നിയമപ്രകാരം കേസെടുത്തു. അക്ബർ ഷാ നേരത്തെയും സമാന കേസുകളിൽ ജയിൽ ശിക്ഷ അനുഭവിച്ചിട്ടുണ്ടെന്ന് എക്സൈസ് പറഞ്ഞു. കോയിക്കൽ പ്രദേശത്തെ കുട്ടികൾക്കും മറ്റുമായി രാസലഹരി വിതരണം ചെയ്യുന്നതായി എക്സൈസിന് നേരത്തെ വിവരം ലഭിച്ചിരുന്നു. ക്രിസ്തുമസ് പുതുവത്സര ദിനാഘോഷവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള സ്പെഷ്യൽ ഡ്രൈവിന്റെ ഭാഗമായിട്ട് എക്സൈസ് ഡിപ്പാർട്ട്മെന്റ് ഇത്തരം മാരകമായിട്ടുള്ള രാസലഹരി കൈമാറ്റം ചെയ്യാൻ സാധ്യതയുള്ള സ്ഥലങ്ങളുടെ ഒരു ലിസ്റ്റ് തയ്യാറാക്കുകയും അത്തരം പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ചിട്ട് രാത്രിയും പകലും ഡിപ്പാർട്ട്മെന്റ് പ്രത്യേക നിരീക്ഷണം നടത്തി വരികയും ചെയ്യുന്നുണ്ടായിരുന്നു. അതിന്റെ ഭാഗമായിട്ട് ഇന്നലെ രാത്രി നമ്മൾ ഈ കോയിക്കൽ ഭാഗത്ത് അന്വേഷണം നടത്തിയപ്പോഴാണ് ഈ പ്രതിയായ അക്ബർ ഷാ 5 ഗ്രാം മാരകമായിട്ടുള്ള രാസലഹരിയുമായിട്ട് പിടിക്കപ്പെടുന്നത്. ആ ഭാഗങ്ങളിൽ വേറെ കുറെ ആൾക്കാരും ഇദ്ദേഹമൊക്കെ ചേർന്നിട്ട് കുട്ടികൾക്കും മറ്റും ഈ സാധനം കൈമാറ്റം ചെയ്യുന്നുണ്ടെന്നുള്ള രഹസ്യ വിവരം നമുക്ക് നേരത്തെ ഉണ്ടായിരുന്നു. അതിന്റെ ഭാഗമായിട്ടായിരുന്നു ആ സ്ഥലത്ത് എത്തുകയും പ്രത്യേക പരിശോധന നടത്തുകയും ചെയ്യുന്നത്. ഇതിനകത്ത് ഉൾപ്പെട്ടിട്ടുള്ള മറ്റുള്ള ആൾക്കാരെ കുറിച്ച് നമ്മൾ അന്വേഷിച്ചു വരുന്നുണ്ട്. ഇനിയും ആൾക്കാർ ഉണ്ടാവാനാണ് സാധ്യത. എന്തായാലും രാസലഹരി കടത്താൻ ഉപയോഗിച്ചിട്ടുള്ള ഒരു ബുള്ളറ്റും നമ്മൾ ഈ സമയത്ത് പിടിച്ചെടുത്തിട്ടുണ്ട്. അക്ബർ ഷാ നേരത്തെയും ഇത്തരം കേസുകളിലെ പ്രതിയാണ്. കഞ്ചാവ് കേസിലും ഈ രാസലഹരി കേസിലും അദ്ദേഹം നിരവധി തവണ ജയിലിൽ കിടന്നിട്ടുള്ള വ്യക്തിയാണ്. എക്സൈസ് റേഞ്ച് ഇൻസ്പെക്ടർ രജിത്തിന്റെ നേതൃത്വത്തിൽ ഇന്റലിജൻസ് ബ്യൂറോ എക്സൈസ് ഇൻസ്പെക്ടർ ദിനേശ് ബി, അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ വിനയകുമാർ, കൊല്ലം റേഞ്ച് അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ ഷഹാലുദ്ദീൻ, പ്രിവന്റീവ് ഓഫീസർ ഷെഫീഖ് ബി, സിഇഒമാരായ ഗോകുൽ ഗോപൻ, പ്രിയങ്ക, ഡ്രൈവർ വിശ്വനാഥൻ എന്നിവരാണ് പരിശോധനയിൽ പങ്കെടുത്തത്. ഇയാളെ റിമാൻഡ് ചെയ്തു. ന്യൂസ് ബ്യൂറോ, കൊല്ലം. പുനലൂരിൽ ഹോട്ടലിൽ മോഷണം. MLA റോഡിലെ വർക്കീസ് ടീ ഷോപ്പ് എന്ന സ്ഥാപനത്തിൽ കഴിഞ്ഞ ദിവസം രാത്രിയാണ് മോഷണം നടന്നത്. പൂട്ട് തകർത്ത് അകത്ത് കടന്ന മോഷ്ടാവ് പച്ചയിറച്ചി കഴിച്ചതായും ആരോപണമുണ്ട്. 10,000 രൂപയുടെ നഷ്ടമുണ്ടായതായി കടയുടമ പറഞ്ഞു. പച്ച ഇറച്ചി തിന്ന് മോഷ്ടാവ്. പുനലൂരിലെ ഹോട്ടൽ കയറിയ മോഷ്ടാവ്
പണമടക്കം അപഹരിച്ച ശേഷമാണ് പാകം ചെയ്യാനായി ഫ്രിഡ്ജിൽ സൂക്ഷിച്ചിരുന്ന ഇറച്ചി പച്ചയ്ക്ക് ഭക്ഷിച്ചത്. ഭക്ഷിച്ചതിന്റെ ബാക്കി ഇറച്ചിയും മറ്റും ഇയാൾ ഹോട്ടലിൽ വലിച്ചെറിഞ്ഞതായും കടയുടമ പറയുന്നു. പുനലൂർ MLA റോഡിൽ പ്രണവം ആശുപത്രിക്ക് സമീപം പ്രവർത്തിക്കുന്ന വർക്കീസ് ടീ ഷോപ്പ് എന്ന സ്ഥാപനത്തിൽ കഴിഞ്ഞ ദിവസം രാത്രിയാണ് മോഷണം നടന്നത്. വ്യാഴാഴ്ച രാവിലെ ജീവനക്കാരനെത്തിയപ്പോൾ പൂട്ട് തകർത്തത് കണ്ട് കടയുടമയെ വിവരമറിയിക്കുകയായിരുന്നു. കടയുടെ പ്രധാന വാതിലിന്റെയും അടുക്കളയുടെയും പൂട്ടുകൾ തകർത്താണ് മോഷ്ടാവ് അകത്ത് കയറിയത്. വിൽപ്പനയ്ക്കായി വെച്ചിരുന്ന സിഗരറ്റ് അടക്കമുള്ള സ്റ്റോക്ക് ഉൽപ്പന്നങ്ങളും പണവും മോഷ്ടാവ് അപഹരിക്കുകയും ഫ്രിഡ്ജിൽ മസാല പുരട്ടി സൂക്ഷിച്ചിരുന്ന ചിക്കൻ പച്ചയ്ക്ക് ഭക്ഷിച്ചതായും 10,000-ഓളം രൂപയുടെ നഷ്ടം കണക്കാക്കുന്നതായും കടയുടമ അമൽ പറയുന്നു. ഇന്നലെ രാത്രി 11:30 നമ്മൾ കട അടച്ചിട്ട് പോയി. രാവിലെ ഇതുപോലെ സ്റ്റാഫ് വിളിച്ചിട്ട് പറഞ്ഞു കട തുറന്ന് നടക്കുമെന്ന് പറഞ്ഞു. പൂട്ട് തല്ലി പൊട്ടിച്ചിട്ടേക്കുന്നുണ്ട്. നമ്മളിവിടെ വന്ന് നോക്കിയപ്പോഴത്തേക്കും നമുക്ക് നമ്മുടെ സ്റ്റോക്കായിട്ട് തന്നെ ഒരു 14,500 സാധനം പോയിട്ടുണ്ട്. അതുമാത്രമല്ല നമുക്ക് നഷ്ടം വന്നേക്കുന്നത് നമ്മുടെ പൂട്ട് പൊളിച്ചിട്ടുണ്ട്. അതുപോലെ ഫുഡ് ട്രക്കിലെ പൂട്ടും അടിച്ചു പൊളിച്ചിട്ടുണ്ട്. എല്ലാവരും നമുക്കൊരു 10 രൂപയോളം നഷ്ടം തന്നെ ഉണ്ട്. പുനലൂർ പോലീസ് സ്ഥലത്തെത്തി പരിശോധന നടത്തി. സമീപത്തെ നിരവധി വ്യാപാര സ്ഥാപനങ്ങളിൽ മുൻപും മോഷണം നടന്നിരുന്നു. പ്രദേശത്ത് പോലീസ് പെട്രോൾ അടക്കം ശക്തമാക്കണമെന്ന ആവശ്യവും ഉയരുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ, പുനലൂർ. കരുനാഗപ്പള്ളി ഗ്രാവിറ്റി കൾച്ചറൽ തിയേറ്ററിന്റെ നേതൃത്വത്തിൽ അവതരിപ്പിക്കുന്ന ഖസാക്കിന്റെ ഇതിഹാസം നാടകാവതരണം ശനിയാഴ്ച സമാപിക്കും. തൃക്കരിപ്പൂർ KMK കലാസമിതിയിലെ 70ഓളം കലാകാരന്മാരാണ് നാടകത്തിൽ അണിനിരക്കുന്നത്. നാടക ചരിത്രത്തിലെ പുതിയ ദൃശ്യവിസ്മയമായി മാറിയ ഖസാക്കിന്റെ ഇതിഹാസം എന്ന നാടകത്തിന്റെ അവതരണം ശനിയാഴ്ച സമാപിക്കും. ഗ്രാവിറ്റി കൾച്ചറൽ തിയേറ്ററിന്റെ നേതൃത്വത്തിൽ OV വിജയന്റെ പ്രസിദ്ധകൃതിയെ ആധാരമാക്കി നാടകപ്രവർത്തകൻ ദീപൻ ശിവരാമനാണ് ഖസാക്കിന്റെ ഇതിഹാസത്തെ അത്യപൂർവമായ ദൃശ്യാവിഷ്കാരമായി മാറ്റിയത്. കരുനാഗപ്പള്ളി ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ ഒരുക്കിയ 12,000 ചതുരശ്ര അടി വിസ്തീർണമുള്ള വേദിയിലാണ് പരിപാടി. മലയാളത്തിൽ ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെട്ട കൃതിയായ ഖസാക്കിന്റെ ഇതിഹാസത്തിലെ ഖസാക്ക് എന്ന ഗ്രാമവും അവിടെ ഏകാധ്യാപക വിദ്യാലയത്തിൽ അധ്യാപകനായി എത്തിയ രവി എന്ന ചെറുപ്പക്കാരനും അയാൾ അവിടെ കണ്ടുമുട്ടുന്ന കഥാപാത്രങ്ങളും അവരുടെ മിത്തുകളും അപ്പുക്കിളിയും ഷെയ്ഖുമിയാൻ തങ്ങളും ആകാശവും ചെതലിമലയുമൊക്കെ വിസ്മയം തീർത്ത നാടകത്തിന്റെ വേദിയിൽ എത്തുന്നുണ്ട്. പരമ്പരാഗത സ്റ്റേജ് സങ്കല്പങ്ങളെ മാറ്റിയെഴുതി സർക്കസ് കൂടാരം പോലെ 4 പുറവും ഗാലറികൾ തീർത്ത അതിന്റെ നടുവിലെ തുറന്ന സ്ഥലം സ്റ്റേജാക്കി മാറ്റിയാണ് നാടകം അവതരിപ്പിക്കുന്നത്. തിരുവനന്തപുരത്തിനും എറണാകുളത്തിനുമിടയ്ക്ക് ആദ്യമായാണ് നാടകം കരുനാഗപ്പള്ളിയിൽ അവതരിപ്പിച്ചത്. പെർഫോമിംഗ് ആർട്ടുകളും വേറിട്ട കലാസാംസ്കാരിക പ്രകടനങ്ങളും ജനങ്ങളിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ കരുനാഗപ്പള്ളി കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഗ്രാവിറ്റി കൾച്ചറൽ തിയേറ്ററാണ് പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത്. തൃക്കരിപ്പൂർ KMK കലാസമിതിയിലെ 70ഓളം കലാകാരന്മാരാണ് നാടകത്തിൽ അണിനിരക്കുന്നത്. ഇതുവരെ 2000-ലധികം പേർ നാടകം കണ്ടുകഴിഞ്ഞു. വൈകിട്ട് 6 മുതലാണ് നാടകത്തിന്റെ അവതരണം. ചലച്ചിത്ര സംവിധായകൻ ജയരാജ്, നടൻ ജഗദീഷ്, രാകേഷ് ശർമ്മ തുടങ്ങിയവരും നാടകം കാണാനെത്തിയിരുന്നു. എല്ലാവരുടെയും പ്രശംസ പിടിച്ചുപറ്റിയാണ് നാടകം മുന്നേറുന്നത്. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി. ഉമേനന്നൂർ മുതൽ മൈലക്കാട് വരെ വൻമതിൽ വേണ്ട, തൂണിൽ നിർമ്മിച്ച റോഡ് മതി എന്ന ആവശ്യവുമായി റിലേ സത്യാഗ്രഹം 12ാം ദിവസം പിന്നിട്ടു. സർവകക്ഷി സംയുക്ത സമരസമിതിയുടെ നേതൃത്വത്തിലാണ് റിലേ സമരം സംഘടിപ്പിക്കുന്നത്. മുതിർന്ന പൗരന്മാരും സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ നിരവധി പേരാണ് ഇവിടെ നിരാഹാരത്തിൽ പങ്കെടുക്കുന്നത്. ഉമേനല്ലൂർ മുതൽ മൈലക്കാട് വരെ വൻമതിൽ വേണ്ട, തൂണിൽ നിർമ്മിച്ച റോഡ് മതി എന്ന ആവശ്യവുമായാണ് സർവകക്ഷി സംയുക്ത സമരസമിതിയുടെ റിലേ സത്യാഗ്രഹം ആരംഭിച്ചിരിക്കുന്നത്. നാഷണൽ ഹൈവേയിൽ ഉമേനല്ലൂരിൽ നിർമ്മിച്ച അടിപ്പാതയുടെ അശാസ്ത്രീയമായ നിർമ്മാണം പുനഃപരിശോധിക്കണമെന്നും സമരക്കാർ ആവശ്യപ്പെടുന്നു. സമരം 12ാം ദിവസം കടന്നുപോകുമ്പോഴും അധികൃതരുടെ ഭാഗത്തു നിന്നും യാതൊരുവിധ നടപടിയും ഇതുവരെ ഉണ്ടായിട്ടില്ല. മുതിർന്ന പൗരന്മാരും സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ നിരവധി പേരാണ് നിരാഹാര സമരത്തിൽ പങ്കെടുക്കുന്നത്. വാഹനമൊന്നും ഓടിയില്ല, പെരുമഴ പ്രളയം വന്നില്ല, എന്നിട്ടും റോഡ് പണിഞ്ഞല്ലോ.
സാമൂഹ്യ രാഷ്ട്രീയ സാംസ്കാരിക മേഖലയിൽ നിന്നുള്ളവർ സമരത്തിന് ഐക്യദാർഢ്യവുമായി സമരപ്പന്തലിൽ എത്തുന്നുണ്ട്. പ്രശ്നത്തിന് പരിഹാരം കാണുന്നതുവരെ സത്യാഗ്രഹം തുടരാനാണ് സമരസമിതിയുടെ തീരുമാനം. ന്യൂസ് ബ്യൂറോ, കൊട്ടിയം. കൊട്ടിയം പറക്കുളത്തെ ബൈപ്പാസ് നിർമ്മാണം ആശങ്കയിൽ പ്രദേശവാസികൾ. ഹൈവേയുടെ പാർശ്വഭിത്തിയുടെ അലൈൻമെന്റ് മാറി ഇടിഞ്ഞ നിലയിലാണ് ഇപ്പോഴത്തെ അവസ്ഥ. ഉമയനല്ലൂർ ഏലായിലേക്കുള്ള നീർച്ചാൽ പൂർണ്ണമായും അടച്ചാണ് ബൈപ്പാസ് നിർമ്മാണം ആരംഭിച്ചത്. മൈലക്കാട് സംഭവിച്ചതിന് സമാനമായ അപകടമുണ്ടാകുമെന്ന ഭയത്തിലാണ് പ്രദേശവാസികൾ. പറക്കുളം ഏലായിൽ നിന്നും ഉമയനല്ലൂർ ഏലായിലേക്ക് പോകുവാൻ ഒരു നീർച്ചാൽ ഇവിടെയുണ്ടായിരുന്നു. ഇത് പൂർണ്ണമായും അടച്ചാണ് ബൈപ്പാസ് നിർമ്മാണം ആരംഭിച്ചത്. ഹൈവേയുടെ പാർശ്വഭിത്തിയുടെ അലൈൻമെന്റ് മാറി ഇടിഞ്ഞ നിലയിലാണുള്ളത്. കഴിഞ്ഞ ദിവസമാണ് പ്രദേശവാസികൾ ഇത് കണ്ടത്. തുടർന്ന് ജനങ്ങൾ പ്രതിഷേധവുമായി റോഡിലേക്കിറങ്ങി. സംഭവം അറിഞ്ഞ ജനപ്രതിനിധികളും സ്ഥലത്തെത്തിയിരുന്നു. ജനപ്രതിനിധികളും കമ്പനി അധികാരികളും പോലീസുമായി നടത്തിയ ചർച്ചയിൽ ഹൈവേയുടെ നിർമ്മാണ പ്രവർത്തനം താൽക്കാലികമായി നിർത്തിവെക്കുവാൻ തീരുമാനമായി. പറക്കുളത്ത് നടന്ന സംഭവം എന്ന് പറയുന്നത് ആറേവാളിന്റെ ചലനം, അത് ഏകദേശം ഭൂമിക്ക് അടിയിലോട്ട് പോയ ഒരു സ്ഥിതിവിശേഷമാണ്. സ്വയം നമ്മുടെ മൈലക്കാട് നടന്നത് ആദ്യം ഇവിടെയാണ് സംഭവിക്കും എന്നാണ് എല്ലാവരും നേരത്തെ തന്നെ റിപ്പോർട്ട് കൊടുത്തിരുന്നത്. അതിനു മുമ്പ് മൈലക്കാട് സംഭവിക്കുകയും നമ്മുടെ ഈ പറക്കുളത്തിൻ്റെ ഈ താഴ്ന്ന ഭാഗത്തിന് മുകൾ വശം എന്ന് പറയുന്നത് ഏകദേശം 200 മീറ്ററോളം നീളത്തിൽ വിരുദ്ധ കയറിയ ഭാഗമാണ്. ആ ഭാഗത്ത് ബഹുമാനപ്പെട്ട കളക്ടർ ഉൾപ്പെടെയുള്ളവർ സന്ദർശിക്കുകയും തൽക്കാലം പണി നിർത്തിവെക്കാനും, കൂടാതെ അവിടെ ഇട്ടിരിക്കുന്ന മണ്ണ് എന്ന് പറയുന്ന കായലിൽ കൊണ്ടുവന്ന ചെളിയാണ്, അതാണ് ഇട്ടിരിക്കുന്നത് കൂടുതലും. കാരണം നമ്മളവിടെ പരിശോധന നടത്തിയപ്പോൾ അതിനകത്തും നിറച്ചും തക്കുകളാണ് നമുക്ക് കാണാൻ പറ്റിയത്. അപ്പോൾ അന്ന് ബഹുമാനപ്പെട്ട കളക്ടറോട് നമ്മൾ ഇതിൻ്റെ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ അത് തൽക്കാലം തിരിച്ചെടുക്കാൻ പറ്റുന്ന ഒരു സാഹചര്യമല്ല എന്ന് പറയുകയുണ്ടായി. ആ സ്ഥലത്ത് തന്നെയാണ് ഈ പറയുന്ന ആരേവാൾ വെളിയിലോട്ട് തള്ളുകയും കുറച്ചു ഭാഗം താക്കോട്ട് പോവുകയും ചെയ്യുന്നുണ്ട്. ഒരു വൻ ദുരന്തം സംഭവിക്കാതിരിക്കട്ടെ എന്നാണ് ഇപ്പോൾ ദൈവത്തിനോട് നമുക്ക് പ്രാർത്ഥിക്കാനുള്ളത്. ആറേവാളുകൊണ്ടുള്ള വൻമതിൽ ഇതിനൊരു ശാശ്വത പരിഹാരമല്ലെന്നും തൂണിൽ തീർത്ത പാലമാണ് ആവശ്യമെന്നും നാട്ടുകാർ പറയുന്നു. ഉച്ച കഴിഞ്ഞിട്ട് ഒരു ബൈക്ക് യാത്രക്കാരൻ റിപ്പോർട്ട് ചെയ്തതനുസരിച്ചാണ്, അതായത് അദ്ദേഹം അവിടെ സഞ്ചരിക്കുന്ന സമയത്ത് എന്തോ അസ്വാഭാവികമായി തോന്നിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം അവിടെ നിന്ന് നോക്കിയിട്ട് ഇതിനകത്ത് അലൈൻമെൻറ്റിലൊക്കെ ചില വ്യത്യാസങ്ങൾ സംഭവിച്ചത്. ഈ റിട്ടൈനിങ് വാളിനകത്ത് സംഭവിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം അവിടെ നിന്ന് ആളുകളെ അറിയിച്ച്, അങ്ങനെ ആളുകൾ കൂടി അവിടെ വന്ന് ഞങ്ങളെല്ലാവരും വന്ന് സന്ദർശിച്ച് നോക്കിയപ്പോൾ അവിടെ അലൈൻമെൻറ്റിനകത്ത് അതിൻ്റെ ആ ഈ സൈഡ് വാളിനകത്ത് ചില അലൈൻമെൻറ്റ് വ്യത്യാസങ്ങളും തള്ളലുകളൊക്കെ നമ്മൾ കണ്ടു. അങ്ങനെയാണ് നമ്മൾ ഉത്തരവാദിത്തപ്പെട്ടവരെ അറിയിക്കുകയും നാട്ടുകാരെല്ലാം കൂടുകയും ഒടുവിൽ ഡെപ്യൂട്ടി കളക്ടർ, 2 MLA-മാർ, ഒരു MP എല്ലാവരും അവിടെ വരികയും ചെയ്തു. അപ്പോൾ അവിടെ വീട്ടമ്മമാരും അത് ഭയപ്പാടിലാണ്. അതായത് നമ്മൾ നേരത്തെ ഈ ഒരു വിള്ളൽ വീണ പ്രദേശമാണ് അവിടെ തന്നെ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ ഈ പറഞ്ഞതുപോലെ അലൈൻമെൻറ്റിൽ വ്യത്യാസം വരിക എന്ന് പറഞ്ഞാൽ അത് തകർച്ചയിലേക്ക് നീങ്ങുന്നു എന്നുള്ളതാണ്. അപ്പോൾ അത് മൈലക്കാട് പോലെ ഒരു ദുരന്തമാകുന്നതിന് മുമ്പ് ജനങ്ങൾ ഇടപെടണം എന്ന ആ ഒരു ശക്തമായ ഒരു തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ ശക്തമായി ഇടപെടുകയും അങ്ങനെ അധികാരികളായ ആളുകൾ എല്ലാവരെയും അവിടെ വിളിച്ചു വരുത്തുകയും ചെയ്യും. വിളിച്ചു വരുത്തി അവർ ഒരു ചർച്ചയുടെ അടിസ്ഥാനത്തിൽ ജനരോഷം അവർ മനസ്സിലാക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ MPയും MLA-മാരും ഈ ഡെപ്യൂട്ടി കളക്ടറുമായിട്ട് ചർച്ച ചെയ്ത് ഒരാഴ്ച ഈ പ്രദേശത്ത് ഹൈവേയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നിർത്തിവെക്കുവാനായിട്ട് ഉത്തരവിട്ടു. നമുക്ക് ആറേവാളിന്റെ ഇടയിൽ വിടവ് വരുന്ന ഭാഗം റബ്ബർ ഉപയോഗിച്ച് അടച്ചാണ് ഇവർ നിർമ്മാണം നടത്തി മുന്നോട്ട് പോകുന്നത്. മഴ പെയ്ത സമയങ്ങളിൽ ഇതിന്റെ ഇടയിലൂടെ വെള്ളം റോഡിലേക്ക് ഒലിച്ചിറങ്ങുന്നതും സ്ഥിരം കാഴ്ചയാണ്. ന്യൂസ് ബ്യൂറോ, കൊല്ലം. കരുനാഗപ്പള്ളി കോഴിക്കോട് ടാഗോർ ഗ്രന്ഥശാല ആൻഡ് വായനശാലയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന നാടകോത്സവത്തിന് ഞായറാഴ്ച തുടക്കമാകും. സംഘാടകർ വാർത്താ സമ്മേളനത്തിലാണ് ഇക്കാര്യം അറിയിച്ചത്. ആദരവും ഇതോടനുബന്ധിച്ച് നടക്കും. കരുനാഗപ്പള്ളി കോഴിക്കോട് ടാഗോർ ഗ്രന്ഥശാല ആൻഡ് വായനശാലയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന നാടകോത്സവത്തിന് ഞായറാഴ്ച തുടക്കമാകും. സംഘാടകർ വാർത്താ സമ്മേളനത്തിലാണ് ഇക്കാര്യം അറിയിച്ചത്. ജനുവരി 4 ഞായറാഴ്ച വൈകിട്ട് 6 മണിക്ക് നടക്കുന്ന സമ്മേളനത്തിൽ ഡോക്ടർ സുജിത് വിജയൻപിള്ള MLA നാടകോത്സവത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കും. 2026 ജനുവരി 4 ഞായറാഴ്ച മുതൽ ജനുവരി 8 വ്യാഴാഴ്ച വരെയാണ് ഉണ്ടാകുന്നത്. കേരളത്തിലെ പ്രമുഖരായ നാടകങ്ങളാണ് ഇവിടെ അവതരിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്. നാടകോത്സവത്തിന്റെ അക്ഷരക്കൊടിയേറ്റ് രാവിലെ 9 മണിക്ക് ശ്രീ വിനോദ് വിജയൻ, രക്ഷാധികാരി, ടാഗോർ ഗ്രന്ഥശാലയുടെ രക്ഷാധികാരി നിർവഹിക്കുന്നതാണ്. വൈകുന്നേരം 6 മണി മുതൽ ഉദ്ഘാടന സമ്മേളനം അതിന്റെ അധ്യക്ഷനായിട്ട് ടാഗോർ ഗ്രന്ഥശാല ആൻഡ് വായനശാലയുടെ പ്രസിഡന്റ് ശ്രീ ജോൺ കുട്ടിയാണ്. സ്വാഗതം ഗ്രന്ഥശാലയുടെ സെക്രട്ടറി S. ഉത്തമൻ പറയുന്നതാണ്. ഈ യോഗം ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മുടെ ബഹുമാനപ്പെട്ട ചവറ MLA ഡോക്ടർ സുജിത് വിജയൻപിള്ള ആണ്. നഗരസഭാ ചെയർമാൻ P. സോമരാജൻ മുഖ്യപ്രഭാഷണം നടത്തും. പോച്ചയിൽ നാസർ,
റഹ്മാൻ മുനമ്പത്ത്, ആര്യ പി ജിത്ത്, ആയുഷ് എന്നിവരെ ചടങ്ങിൽ ആദരിക്കും. തുടർന്ന് കൊല്ലം ചൈതന്യയുടെ അംഗം ജയിക്കാൻ ഒരമ്മ എന്ന നാടകവും അരങ്ങേറും. 5 രാത്രി 7 ഡ്രീം കേരള അവതരിപ്പിക്കുന്ന നാടകം അകത്തേക്ക് തുറന്നിട്ട വാതിൽ. 6 രാത്രി 7 കൊല്ലം അനശ്വരയുടെ ആകാശത്തേക്ക് ഒരു കടൽ എന്ന നാടകവും അരങ്ങേറും. 7 വൈകിട്ട് 7 മണി മുതൽ അമ്പലപ്പുഴ സാരഥിയുടെ നാടകം നവജാത ശിശു വയസ്സ് 84. 8 നടക്കുന്ന സമാപന സമ്മേളനം CR മഹേഷ് MLA ഉദ്ഘാടനം ചെയ്യും. ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി V വിജയകുമാർ മുഖ്യപ്രഭാഷണം നടത്തും. തുടർന്ന് അജന്ത തിയേറ്റർ ഗ്രൂപ്പ് അവതരിപ്പിക്കുന്ന വംശം നാടകം അരങ്ങേറും. വാർത്താ സമ്മേളനത്തിൽ ഗ്രന്ഥശാല പ്രസിഡന്റ് G ജോൺകുട്ടി, സെക്രട്ടറി S ഉത്തമൻ, കൗൺസിലർ പ്രശാന്ത്, അപർണ ആനന്ദ്, R രാഹുൽ രാജ്, P അരുൺ എന്നിവർ പങ്കെടുത്തു. പ്രദേശത്തുള്ള മറ്റ് പ്രസ്ഥാനങ്ങളുമായിട്ട് ചേർന്ന് നിന്നുകൊണ്ട് പ്രവർത്തിക്കുവാൻ ഈ കാലങ്ങളിലൊക്കെ ഈ ഗ്രന്ഥശാലയ്ക്ക് സാധ്യമായിട്ടുണ്ട്. കഴിഞ്ഞ 2 വർഷങ്ങളായിട്ട് കേരളത്തിലെ പ്രമുഖമായിട്ടുള്ള പ്രൊഫഷണൽ നാടക സംഘങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ട് നാടകോത്സവം സംഘടിപ്പിക്കുവാനുള്ള ക്രമീകരണങ്ങൾ ചെയ്യുകയും കഴിഞ്ഞ വർഷം അത് വളരെ ഭംഗിയായി നടപ്പിലാക്കുവാൻ സാധിക്കുകയും ചെയ്തു എന്നുള്ളത് വളരെ സന്തോഷകരമാണ്. ഈ വർഷവും അപ്രകാരം ഒരു നാടകോത്സവം നടത്തുന്നതിനുള്ള ക്രമീകരണങ്ങൾ ഈ കോഴിക്കോട് ടാഗോർ ലൈബ്രറി ആൻഡ് വായനശാല അതിന്റെ ക്രമീകരണങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി. പ്രധാന വാർത്തകൾ വീണ്ടും. ശൂരനാട് രക്തസാക്ഷിത്വ ദിനാചരണത്തിന്റെ ഭാഗമായി സ്ഥാപിച്ച കൊടിമരവും പതാകയും നശിപ്പിച്ചു. ഇടതുമുന്നണിയിലെ അനൈക്യമാണ് സംഭവത്തിന് പിന്നിലെന്ന് ആക്ഷേപം. CPIയുടെ കൊടിമരവും പതാകയുമാണ് നശിപ്പിച്ചത്. വിവിധ മേഖലകളിൽ സ്ത്രീകൾക്ക് കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുമെന്ന് മന്ത്രി KN ബാലഗോപാൽ. ഗ്രാമപ്രദേശങ്ങളിലെ സ്ത്രീകൾക്ക് അസാബ് സ്കിൻ സെന്റർ വഴി അക്കൗണ്ടിംഗ് തൊഴിൽ പരിശീലന പരിപാടി ആവിഷ്കരിക്കുമെന്നും മന്ത്രി. കുടുംബശ്രീ ഉയരെ ക്യാമ്പയിൻ അയൽക്കൂട്ടതല ഉദ്ഘാടനം കരിപ്രയിൽ മന്ത്രി നിർവഹിച്ചു. അഞ്ചലിൽ കാണാതായ യുവാവിന്റെ മൃതദേഹം കണ്ടെത്തി. അയൽവാസിയുടെ കിണറ്റിൽ നിന്നുമാണ് മൃതദേഹം കണ്ടെത്തിയത്. അഞ്ചൽ വക്കമുക്ക് സ്വദേശി സുനു ആണ് മരിച്ചത്. MDMAയുമായി കൊല്ലത്തൊരാൾ പിടിയിൽ. കിളിക്കൊല്ലൂർ കോയിക്കൽ സ്വദേശി അക്ബർ ഷായാണ് പിടിയിലായത്. 5 ഗ്രാം MDMAയും പിടികൂടി. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.